പിന്നെ അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നാണ് പത്ര റിപ്പോർട്ടിലൂടെ ഇപ്പം മനസ്സിലാക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ അത്രയും ചർച്ച നടത്തേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ പാർട്ടി ഉടനീളം ഉയർന്നു വരുന്നത് നേതൃത്വത്തിനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനമാണ്. അതായത് ഇന്ന് കേരളത്തിലെ CPM-ന് ഈ തകർച്ചയ്ക്കിടയാക്കിയിട്ടുള്ളത് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള തെറ്റായ നടപടികളാണ് എന്ന് കേരളത്തിലെ CPM അണികളാകെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്ന് തളിപ്പറമ്പിലെ ആളുകൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ വന്ന് കാണുന്നവരും പറയുന്നവരൊക്കെ തന്നെ മാഷ് ശരിയാണ്. അത് പാർട്ടിയിൽ നിലവിൽ നിന്നുള്ള ആളുകൾ അവർ തന്നെ നിങ്ങളെടുത്ത നിലപാട് ശരിയാണ് എന്ന് പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയിലും അതുതന്നെ ചർച്ച ചെയ്യുന്നത് ഞാൻ എടുത്ത നിലപാട് ശരിയാണ്. എൻ്റെ നിലപാടിനോടൊപ്പമാണ് CPM അടിമുടിയുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ജയരാജൻ പറയുന്നത് തെറ്റ് തിരുത്തി വന്നാൽ പറ്റുന്ന. അപ്പോൾ ആരാ തെറ്റ് തിരുത്തേണ്ടത്? എന്താണ് തെറ്റ്? പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്താ തെറ്റ്? ആർക്കാണ് തെറ്റ് സംഭവിച്ചത്? ആരാണ് തെറ്റ് ചെയ്തത്? ഇതാണ് ജയരാജൻ വ്യക്തമാക്കേണ്ടത്. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്ന. തളിപ്പറമ്പിൽ തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, അങ്ങനെ കേരളത്തിൽ ഉടനീളം തെറ്റ് പറ്റി എന്ന് പാർട്ടി സമ്മതിച്ചല്ലോ. അപ്പോൾ പിന്നെ പാർട്ടിയല്ലേ തെറ്റ് തിരുത്തേണ്ടത്? ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എൻ്റെ ശരിയുടെ പക്ഷത്താണ് ജനങ്ങളാകെ നിൽക്കുന്നത്. അപ്പോൾ തെറ്റ് പാർട്ടിയാണ് തിരുത്തേണ്ടത്, തെറ്റ് ഞാനല്ല തിരുത്തേണ്ടത്. പാർട്ടി തെറ്റ് തിരുത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. തെറ്റ് പറ്റിയവർ തെറ്റ് തിരുത്തട്ടെ എന്നതാണ് എൻ്റെ അഭിപ്രായം. വർഗവഞ്ചന മാത്രമല്ല അയാൾ പറയുന്നത്, അധികാരമോഹി എന്നും കൂടിയാണ്. എനിക്ക് അധികാരമോഹം. ഇതാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഞാൻ അതിന് പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് അധികാരമോഹം? ഈ കേൾക്കുന്ന ജനങ്ങളെല്ലാം തീരുമാനിക്കട്ടെ. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ വിട്, സാമാന്യ ജനങ്ങൾ തീരുമാനിക്കട്ടെ. 3 തവണ MLA ആയിരുന്ന ആൾ 4ാമത്തെ തവണ എൻ്റെ ഭാര്യ ആയിരിക്കണം MLA ആയിരിക്കേണ്ടത് എന്ന് പറയുന്നതാണോ അധികാരമോഹം? അതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഇതാണല്ലോ എന്നെക്കുറിച്ച് പറയുന്നത്, പാർലമെൻ്ററി വ്യാമോഹം വന്നിരിക്കുന്നു എന്ന്. 3 തവണയായി MLA ആയിരുന്നിട്ടും മന്ത്രിയായിരുന്നിട്ടും ആ സമയത്തെല്ലാം പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾ 4ാമത്തെ തവണ എൻ്റെ ഭാര്യ ആയിരിക്കണം എന്ന് പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതാണോ അധികാരമോഹം? അതിനെ എതിർത്തതാണോ അധികാരമോഹം എന്ന് ജനങ്ങൾ വിലയിരുത്തിയല്ലോ. അദ്ദേഹം സ്വീകരിച്ചതാണ് അധികാരമോഹം എന്നല്ലേ ജനങ്ങൾ വിലയിരുത്തിയത്. വീണ്ടും അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ അധികാരം. പിന്നെ പാർലമെൻ്ററി വ്യാമോഹം. ഞാൻ ചോദിക്കട്ടെ, CPM-ലെ ഇന്നത്തെ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കിയാൽ അവർക്കൊന്നും ഒരു പാർലമെൻ്ററി വ്യാമോഹമില്ല. നിരവധി തവണ MLA-യും മന്ത്രിയായിരുന്ന ആൾ അവസാനം വിട്ടുകൊടുക്കാതെ വീണ്ടും മത്സരിക്കല്ലേ ചെയ്തത്? നിങ്ങൾ ഓർക്കുന്നില്ലേ? പേരാമ്പ്ര മണ്ഡലത്തിൽ LDF-ൻ്റെ കൺവീനറാണ് നമ്മുടെ രാമകൃഷ്ണൻ, TP രാമകൃഷ്ണൻ, എൻ്റെ അടുത്ത സുഹൃത്താണ് TP രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനെ തോൽപ്പിച്ചത് 22 വയസ്സായ ഒരു കുട്ടി. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, പ്രസംഗിക്കും പറഞ്ഞു, അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാ ആ ഇരിക്കുന്ന കുട്ടിയാണ് LDF കൺവീനർ തോൽപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതിൽ പാഠം പഠിക്കണ്ടേ CPM? അവിടുത്തെ ജനങ്ങൾ പറയല്ലേ നിങ്ങളെ വേണ്ട, ഈ കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാൽ ജനം തീരുമാനിക്കല്ലേ. എന്തുകൊണ്ടാത്? അധികാരമോഹം ഇല്ലാഞ്ഞിട്ടാ? ആരെങ്കിലും മത്സരിക്കട്ടായിരുന്നില്ലേ? എന്തേ ഒഴിഞ്ഞു കൊടുക്കാതെ? എന്തേ 3ഉം 4ഉം തവണ MLA മന്ത്രിയായിരുന്ന ആൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാതിരുന്നത്? എത്ര ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പറയാതിരിക്കുന്നത് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ട് ഞാൻ അവർ പേരും പറയുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പം ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിനൊരു നായകൻ വേണമല്ലോ. അത് CPM കണ്ടത് പിണറായിൻ്റെ തന്നെ. അത് എല്ലാവരും പിണറായി അല്ലല്ലോ. എല്ലാവരും പിണറായി ആകാൻ ആഗ്രഹിക്കുന്നതാണല്ലോ കുഴപ്പം. അതല്ലല്ലോ. അദ്ദേഹം പാർട്ടിയെ നയിക്കേണ്ടത് അദ്ദേഹമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി എക്സംഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതല്ലല്ലോ എല്ലാവരും അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് പിണറായി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് പിന്നെ ഈ ഇത്തരത്തിലുള്ള അധികാരമോഹത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അതാണ് MV ഗോവിന്ദൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അധികാരമോഹം, പാർലമെൻ്ററി വ്യാമോഹം
CPM-നകത്ത് കൊടികുത്തി വാഴുകയാണ് എന്നുള്ള കാര്യം CPM ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അത് തിരിച്ചറിയാൻ CPM, അതായത് തെറ്റ് തിരുത്തൽ എന്നെല്ലാം പറയുന്നത്. ഇവിടെ നിങ്ങളെല്ലാം കേട്ട് തഴമ്പിച്ച വാക്കായിരിക്കും ഈ തെറ്റ് തിരുത്തൽ. ഏത് തെറ്റാ തിരുത്താൻ പോകുന്നു? ഏതെങ്കിലും തെറ്റ്, ആ തെറ്റ് തിരുത്തുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ അധികാരമോഹികളെയും വർഗവഞ്ചകരെന്ന് എന്നെ പറയുന്നതിന് പകരം നിങ്ങളാണ് വർഗവഞ്ചകർ. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് 34 സീറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നതെന്ന് ഇനിയെങ്കിലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. MV രാഘവനും ഒക്കെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഏത് രീതിയിലായിരുന്നു എന്നുള്ള ഓർക്കുന്നതൊക്കെ നല്ലതാണ്. അവസാന നിമിഷം വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി അനുവദിക്കാത്ത ഘട്ടത്തിലാണ് അവസാനം അവരെല്ലാം തിരിച്ചു വന്നതായി CPM പറഞ്ഞത്. MV രാഘവൻ തിരിച്ചു വന്നു എന്ന് പറയുന്നത് രാഘവൻ്റെ മരണശേഷം, രാഘവൻ കിടപ്പിലായ സമയത്ത്, ബോധമില്ലാത്ത സമയത്താണ് രാഘവൻ തിരിച്ചു വന്നു എന്ന് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ CMPക്കകത്ത് രാഘവൻ്റെ മരണശേഷം കുറേ ആളുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. CMP ആയി നിൽക്കുന്നത് CMPക്ക് ഒരു മന്ത്രിയും ഇന്നുണ്ട്. അതുകൊണ്ട് CMP തിരിച്ചു വന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പോയ പലരും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലുള്ളവർ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വന്നവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ വാദഗതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.